സാബിറാത്ത റൂബിയുടെ ആ നാജിയോ ഇജെപ്പളാ വന്ന്? ഞാൻ ഇന്നലെ വന്ന്. എന്തൊക്കെ പാടുന്നിട്ട്? കൊഴപ്പൊന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് റൂബിനൊന്ന് കാണാൻ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഓളെവിടെ? ആ ഞാൻ വിളിക്കാം. റൂബിയെ റൂബിയെ ഇതടി നാജി വന്നിക്കണ്. ഓളിപ്പ വരൂട്ടാ. ആ ഇനിയിപ്പൊ എന്തിനാണ് അവൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ഓളമ്മാനെയൊക്കെ കണ്ണു കണ്ടൂടാ. എന്തമ്മ? എന്നതാ നാജി വിളിക്കണ്. ഞാൻ അതേ വരുന്നേ. എടിയാ നാജിയാണ് അന്നാ വിളിക്കണത്. പിന്നെ കൂടുതൽ സമയം വർത്താനം പറയാൻ നിക്കണ്ട. ഒന്നാമത് ഓളമ്മാനെ തീരെ ഇഷ്ടമല്ലാത്തതാ. എന്തമ്മ ഇങ്ങക്ക്? അതിന്റെ ഒപ്പം പഠിച്ചതല്ലേ, അതിനോടൊന്ന് വർത്താനം പറഞ്ഞ എന്താണ്? നിങ്ങൾ ഓളമ്മയും കൂടിയുള്ള പ്രശ്നത്തിന് എന്തിനാ ഞങ്ങൾ ഇതാക്കണത്? ഞാൻ ഓളോട് വർത്താനം പറയും. നിങ്ങളത് കേട്ടുങ്ങാണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ എന്റെ ഒരു കാര്യങ്ങളും നടക്കൂല. നമ്മള് വന്ന് എന്നോട് തർക്കുത്തരം പറയാനോ അയക്കണ്. പൊണ്ണിന് എന്താ അങ്ങനെ ഒരു മാറ്റൊക്കെ? നാജിയെ ഇജെപ്പളും മോളെ വന്ന്? ഞാൻ ഇന്നലേടി വന്നത്. ഞാൻ എന്നൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. കൊറേ ദിവസമായില്ലേ ഒന്ന് കണ്ടിട്ടൊക്കെ. അതെ. എന്താ പാട്? സുഖാണെടി, കൊഴപ്പൊന്നുമില്ല. എന്താ എന്റെ പാട്? അങ്ങനൊക്കെ പോണ്. അല്ലടി സിമിറന്റെ നിക്കാഹ് കഴിഞ്ഞു അല്ലേ? അമ്മ പറയേ. ആടി ഓള് നിക്കാഹ് കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾ ദേഷ്യം വാശിയൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? പാവല്ലടി ഒരു കണക്കില് പറയാണെങ്കി. അനക്കൊക്കെ വേണ്ടിട്ടല്ല ഇത്രയും കാലം ജീവിച്ചൊക്കെ. അതെന്താ അനക്ക് മനസ്സിലാവാത്ത? ഇക്ക് എന്ത് ദേഷ്യടി? ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആദ്യം. ഇപ്പൊ എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്കിപ്പോ ഓളെ കാണണം, ഓളോട് സംസാരിക്കണം എന്നൊക്കെ തന്നെ ഉള്ളു. ഇജ് പറഞ്ഞ പോലെ കൊറേ ഞാൻ കാട്ടിയിരിക്കണു ഓളെ. ഇനി കാട്ടാനൊന്നും എനിക്ക് തോന്നണില്ലടി. ഒന്നാമത് അന്ന് പറഞ്ഞ ഇമ്മ എന്തേലും പറഞ്ഞ അപ്പൊ ഉമ്മ പറഞ്ഞതാണ് ശരിയെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് ഉമ്മാന്റെ സ്വഭാവവും ഒക്കെ മനസ്സിലായത്. എന്റെ ഉമ്മാനെ എന്റെ ഉപ്പ ഇട്ടെറിഞ്ഞു പോയപ്പോ ഞാൻ വിചാരിച്ച എന്റെ ഉമ്മാക്ക് നല്ലൊരു ജീവിതം കിട്ടും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അമ്മാനെ രണ്ടാമത് കല്യാണം കഴിക്കാനൊക്കെ കുടുംബങ്ങളൊക്കെ സപ്പോർട്ടായി നിന്നത് ഞാനും. പിന്നെയാണ് മനസ്സിലായത് എന്റെ ഉപ്പ ഇട്ടെറിഞ്ഞു പോവാനുള്ള കാരണം തന്നെ എന്റെ അമ്മയാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഉമ്മാനെ പറ്റിയിട്ട് എല്ലേതും അറിയാം. ഈ എന്നാല് തൽക്കാലം ഈ ഓൾക്കൊന്ന് വിളിക്കാൻ നോക്ക്. വിളിച്ച് ഓളോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കൂടി. ഓൾക്ക് അന്നെ അത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പലപ്പോഴായിട്ട് ഓൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇക്കോളെ ഇഷ്ടമാണ്, എന്റെ അനിയത്തിയല്ലേ എന്ത് പറഞ്ഞാലും എന്നാ ഓൾ എന്നോട് പറഞ്ഞിരുന്നത്. പാവാണെടി. ഇനിയിപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞിക്കണെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും മോളെ. വിളിക്കണം ഒന്ന് ഓൾക്ക്. ഇന്ന് വിളിക്കണം വിചാരിച്ചിരിക്കന്നെയിന്ന്. പിന്നെ ഇജ് പറഞ്ഞപ്പോ ഇപ്പൊ നല്ല തോന്നുക ഒന്ന് വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ. എന്നിട്ട് എന്തൊക്കെ മോളെ എന്റെ വിശേഷമൊക്കെ? അല്ല അപ്പൊ എത്ര ദിവസം ഉണ്ട് ലീവ്? ഞാന് കുറച്ച് ദിവസം ഉണ്ടാവും ഇവിടെ. പോയോ? ഓല് പോയടി. ഓല് ഇപ്പൊ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. അപ്പൊ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പൊ എത്ര മാസം ആയടി എനക്ക് പള്ളയിലുണ്ട് എന്ന് എന്റെ ഉമ്മ പറഞ്ഞിന്ന്. ഇപ്പൊ 4-ാം മാസം ആയിക്കണ്. എന്തായാലും പറഞ്ഞ പോലെ ചെയ്യും. അത് വരുന്നുമ്മ. എന്റെ ഉമ്മ വിളിക്കണ്ട് ചെല്ലേ. ഇനിയിപ്പൊ എന്നേറ്റ് സംസാരിക്കണ കഴിഞ്ഞിപ്പോ ആ ഒരു ഇത് വേണ്ട. എന്റെ ഉമ്മാക്ക് എന്നോട് സംസാരിക്കണൊന്നും ഇഷ്ടം ഉണ്ടാവൂല. എന്റെ ഉമ്മാക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നിങ്ങളെ തോന്നല. എന്റെ അമ്മയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കണത്. എന്റെ അമ്മ കൊറേ വിളിച്ച് എന്നോട് സങ്കടം പറഞ്ഞു. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, സെമീറാനെ ഓനെ കൊണ്ട് കെട്ടിച്ചൂടെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതിനാണ് ഓള് എന്നോട് ചൂടായി എന്നൊക്കെ എന്നോട് പറഞ്ഞു ഉമ്മ. എന്ത് കാട്ടാനാ, എന്റെ അമ്മക്ക് സെമീറാന്റെ കാര്യം കേൾക്കുമ്പോ തന്നെ അലർജിയാണ്. പിന്നെ ഇപ്പൊ എന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മാനോട് തെറ്റാതിരിക്കോ? എന്തായാലും ഞാനത് ചെല്ലട്ടെ. ഈ ഞാട് പോയിക്കാ. എന്റെ അമ്മക്ക് നിന്നോട് ഭയങ്കര കഴിയേക്കാരും. ഞാൻ വന്നൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാ ഞാനാണ് ചെല്ലട്ടെ. എന്റെ അമ്മ ഇപ്പൊ മുഖം വീർപ്പിച്ച് നിന്നിട്ടുണ്ടാവും. എന്തായാലും ചെന്ന് നോക്ക്. എന്നിട്ട് പോയി വിളിക്കേ. ഞാൻ എന്റെ അമ്മ അറിയണ്ട കേട്ടോ. ഇല്ല, ഞാൻ ആരും അറിയാതെ വിളിച്ചോണ്ട് ചെല്ലടി.
ഇവക്ക് എന്താണ് ഇത്ര തോനാടെ വർത്താനം പറയാനുള്ളത്? ഇത് വരട്ടെ. ഏടി എന്താടി എനിക്ക് ഇത്ര തോനെ ഓളോട് പറയാനുള്ളത്? എപ്പോ എങ്ങാനും പോയതാടി? ഓരോരോ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വന്നതേക്കാരം ഓള്. ഓളുമ്മ എന്തിനാച്ച വന്നോട്ടെ, നിങ്ങളെന്തിനാണ് അതിൽ ഇടപെടുന്നത്? ഞങ്ങൾ രണ്ടാളും ഒപ്പം പഠിച്ചതാണ്, ചെറുപ്പം മുതലേ ഒപ്പം കളിച്ച ആൾക്കാരാ. അപ്പൊ ഓള് വന്നപ്പോ ഞാനൊന്ന് സംസാരിച്ച്. അതിനാണ് നിങ്ങൾ ഈ പറയണത്. എന്തും കുത്തുങ്ങനെ ഉണ്ടാക്കാനീ നിങ്ങൾ പറയണത്? ഇത് പെണ്ണ കൊറേ ദിവസമായി തുടങ്ങിയിട്ടാ. അന്റെ മാറ്റൊക്കെ എനിക്ക് നല്ല മനസ്സിലാവുന്നുണ്ട്. എന്താ അന്റെ കഥ? ഓളോ ആ സെമീറാനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ വന്നതേക്കാരം. അതെങ്ങാനും കേട്ടിട്ടുണ്ടായി നോക്കിക്കോളുണ്ട്. അത് കേക്കണോ വേണ്ടേ എന്നുള്ളത് ഇന്റെ ഇഷ്ടല്ലേ, ഞാനല്ലേ തീരുമാനിക്കണത്. ഓള് പറയണത് ഞാൻ കേക്കണോ വേണ്ടേ എന്നുള്ളത് അത് ഇന്റെ തീരുമാനമാണ്. ഉമ്മ അതിലൊന്നിലും ഇടപെടാൻ നിക്കണ്ട. കുറെ ദിവസമായി ഞാൻ അത് കേക്കൽ തുടങ്ങിയിട്ട്. ഇമ്മ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇന്റെ ഇപ്പ എന്തുകൊണ്ടാണ് ഇനി നിങ്ങൾ ഇട്ട് പോയത്? അത് നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ നിങ്ങൾ പറയാത്തത്? ആ എന്തിനാ ഇജ്ജിപ്പോ തൽക്കാലം അറിയണത്? ഇജ്ജിപ്പോ അത് അറിയന്നെ വേണ്ട. ആ എന്തിനാ ഞാൻ അറിയണെന്നില്ലേ? ഇന്നെ ജനിപ്പിച്ച തന്ത എന്തിനാണ് ഇനി നിങ്ങളെ ഒഴിവാക്കി പോയി എന്നുള്ളത് ഞാൻ എന്തിനാ അറിയുന്നില്ലേ? ഇക്കറിയണ്ട. പിന്നെ പിന്നെ ഒരു കാര്യമ്മ, ഇപ്പൊ ഇട്ടെറിഞ്ഞു പോയത് നിങ്ങൾ ഒരൊറ്റ ഒരാളെ സ്വഭാവം കാരണം നിനക്ക് നന്നായിട്ട് അറിയാം. ഒക്കെ അല്ലേന്ന് പറഞ്ഞിട്ടാ ഞാൻ ഈ നിക്കണത്. പിന്നെ സെമീറാന്റെ കാര്യം ഓൾ എന്നോട് പറഞ്ഞത് ഞാൻ കേൾക്കണോ വേണ്ടേന്ന് ഞാൻ തീരുമാനിച്ചോണ്ട് ആരെന്ത് പറഞ്ഞാലും ഇമ്മ അതിൽ ഇടപെടാൻ നിക്കണ്ട. ഞാൻ പറഞ്ഞുതരാം. എന്റെ ഫ്രണ്ട്സിനെയും എല്ലാരും തെറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എന്റെ ജീവിതം തൊലച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? കുറെ ദിവസമായി പറയണം പറയണം എന്ന് ഞാൻ വിചാരിക്കൽ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് മനസ്സമാധാനം കിട്ടിയത് രണ്ടു വാക്ക് പറഞ്ഞപ്പോ. അനക്ക് ആരെങ്കിലും കൈവശം തന്നതേക്കാരം അന്നെ ഇനിയും കൂടി തെറ്റിക്കാൻ വേണ്ടിയിട്ടില്ലേ? അത് ആ തള്ളയുടെ പണിയേക്കാരം. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഇതുവരെയും കൈവശം ഓതി ഓതി തന്നിരുന്നത് നിങ്ങൾ ഒരാളാണ്. നിങ്ങൾ കാരണമാണ് ഞാൻ ആ സെമീറാനോടും ഷാഫിയാക്കാനോടും എല്ലാരും തിരക്കൂടിയുന്നത്, വെല്ലിമ്മാനോടടക്കം. ആ വെല്ലിമ്മാക്കൊക്കെ ഇന്ന് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അതൊക്കെ ഇല്ലാതാക്കിയ നിങ്ങളാണ്. നിങ്ങൾ ഒരൊറ്റ ഒരുത്തി കാരനാണ്. ഇനി ഉമ്മാന്റെ കളിക്കൊന്നേ ഈ റൂബിനെ കിട്ടൂല. നോക്കിക്കോളി നിങ്ങള്. ഇവളെന്തേ ഇങ്ങനെ? ഇവള് പഴയ പോലൊന്നുമല്ല, ആകെ മാറിയിരിക്കണ്. ആദ്യമൊക്കെ ഞാൻ എന്തേലും പറഞ്ഞ അതിന്റെ ഇരട്ടി ഓലോടൊക്കെ പറയണത്. അപ്പൊ ഒക്കെ പെണ്ണ് ഇന്റെ നേർക്ക് തിരിഞ്ഞിക്കണ്. മനസ്സിലാവണുണ്ട് ഓളെ പോക്ക് എങ്ങണ്ടാന്നൊക്കെ. ഓലെ സപ്പോർട്ടും പിടിച്ച് നിക്ക. കൊടുക്കാൻ ഞാൻ ഓൾക്കുള്ളത്. ഹലോ, ഞാനടി റൂബി. സുഖാണെടി. അനക്ക് സുഖാണോ? സോറി എടി, എനിക്ക് എന്നെ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്ത തെറ്റോളൊക്കെ ഈ പുറത്ത് തരണം. എന്റെ ഉമ്മാന്റെ സ്വഭാവം എനിക്ക് ഇപ്പോഴാണ് ഒക്കെ മനസ്സിലാവല് തുടങ്ങിയത്. ഇമ്മ എല്ലാവരെ കൊണ്ടും എന്നെ തെറ്റിപ്പിക്കുക. ഇപ്പൊ നാജി വന്ന് സംസാരിച്ചോളോടൊക്കെ എന്നോട് സംസാരിക്കണ്ടെന്ന് ഉമ്മ പറയാ. ഞാൻ ആകെ കുടുങ്ങിക്കണേടി ഉമ്മാന്റെ ഈ സ്വഭാവം കാരണം. അനക്ക് സുഖമില്ല അവിടെ? അത് കേട്ടാ മതിയടി. എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നേ? നാളെ? ആ വരുണ്ട് ട്ടോ. ഇമ്മ ഒന്നും പറയില്ല. നീജും വായോ, ഷാഫിയാക്കാനോട് പറയും ഞാൻ വിളിച്ചിരുന്നു ട്ടോ. നിങ്ങൾ രണ്ടാളെയും കാണണം, സംസാരിക്കണം എന്നൊക്കെ നല്ല പൂതിണ്ട്. പിന്നെ വല്യമ്മക്ക് തീരെ സുഖമില്ല. വല്യമ്മക്ക് ഇമ്മ സത്യത്തിൽ ഒന്നും ചെയ്തു കൊടുക്കായിട്ട് ആ പാത്തിന് തീരെ വയ്യാതായിക്കണ്. ഗുളികയും മരുന്നൊന്നും എടുത്തു കൊടുക്കാൻ ആരും ഇല്ലല്ലോ. ഇപ്പൊ ഇന്നലെ ഞാൻ ആ ഗുളികൊക്കെ എടുത്തു കൊടുത്ത്. ഞാൻ നോക്കൂടി, ഈ ഒരു വേജാറോ ആവണ്ട. ഞാൻ നോക്കിക്കൊണ്ട് വല്യമ്മാനെ. ഇനി നോക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴാടി നോക്ക? പിന്നെ ഇളയമ്മാന്റെ പാടെന്താ? അസ്നെ എല്ലാരോടും ഞാൻ മാപ്പ് ചോദിച്ചു എന്ന് പറയുന്നുണ്ട് ട്ടോ. എനിക്ക് എല്ലാരും മുഖത്ത് നോക്കാനും നല്ല മടിയുണ്ട്. അതാ ഞാൻ ആടൊന്നും വരാത്ത.
ഈ നാളെ വരുണ്ടും കൊണ്ട് ഷാഫിയാക്കാനേറ്റ് വല്യമ്മ എന്നെ കാത്തിരിക്കാണ്, കാണാൻ പൂതിയിക്കണെന്ന് പറയുന്നുണ്ട്. ഏടി ഇത് ആർക്കാടി ഫോൺ വിളിക്കണേ? ഞാൻ കൊറേ ദിവസമായി ഞാൻ അത് കാണാൻ തുടങ്ങിയിട്ട്. ഞാൻ പിന്നെ വാണ്ട വാണ്ട വെച്ചിട്ടാണ്. സത്യം പറയടി, ആർക്കാടി ഇജ്ജ് വിളിക്കണത്? എന്നാ ഞാൻ പിന്നെ വിളിക്കട്ടോ. ഞാൻ ആർക്ക് വിളിച്ചാലും ഉമ്മാക്ക് എന്താണ്? നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ നടന്നു ഇങ്ങനെ നോക്കണതല്ലതും? ഇത് നിങ്ങൾ വിചാരിക്കണ ആൾക്കല്ല, സെമീറാക്കാണ്. സെമീറാക്കോ? എന്താടി എന്തില്ലാത്തൊരു പഠിപ്പറക്ക് ഇപ്പൊ? എന്തിനാടി എനിക്ക് ഓള്? ഇജ്ജ് എന്തിനാടി ഓൾക്ക് വിളിച്ചത്? ഞാൻ വിളിക്കണേന് നിങ്ങക്ക് ഇപ്പൊ എന്താ? ഞാൻ വിളിക്കും. ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഞാൻ ഓളെ കൊറേ ഞാൻ ഉപദ്രവിച്ചിരുന്നു. പക്ഷെ ഇനി അത് പറ്റൂലമ്മ, എനിക്ക് എല്ലാരും വേണം. തരാടി, ഇത്രയും കാലം ഞാൻ അണക്ക് വേണ്ടിയിട്ട് ഞാൻ ഓളെ ഞാൻ ഒറ്റപ്പെടുത്തിയിരുന്നത്, അണക്ക് നല്ലൊരു ജീവിതം കിട്ടാനും എന്റെ കാര്യങ്ങൾ നടക്കാനും വേണ്ടിയിട്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ അനക്ക് ഓള് വേണല്ലേ? ഇപ്പൊ ഉമ്മ പറയണോന്നും കേൾക്കാൻ അനക്ക് ഒഴിവില്ല. ഞാൻ നിങ്ങളെ ഒറ്റപ്പെടുത്തല്ല, നിങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞുതരാം. എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്ക്, നല്ലപോലെ ചിന്തിക്ക്. ഇനി പ്രായമായി വരികയാണ് ഉമ്മ. വല്യമ്മാന്റെ അവസ്ഥ നിങ്ങൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ലപോലെ ഇന്നിപ്പോ ഞങ്ങളോട് നല്ലപോലെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും ഉണ്ടാവും. എന്ത് തന്നെ പറഞ്ഞാലും ഇന്റെ മനസ്സ് ഇനി മാറൂല. അത് പഴയ പോലെ തന്നെ ഇക്കാരം. ഇക്ക് ഇനി ഇജ്ജും സമീറി ഒരുപോലെ, അത്രേ ഉള്ളൂ. സെമീറാനെക്കാട്ടും വലുത് ഇജ്ജ് അങ്ങനെ ഇല്ല എനിക്ക്. ഇക്ക് ഇനി ഇജ്ജു സെമീറി ഒരേപോലെയാണ്. ഇനി ജിന്നോട് വർത്താനത്തിനും ഒന്നിനും വരണ്ട. ജയ് ഓല പിന്നാലെ നടന്നു. ഇനി ഇമ്മ കുമ്മാന്ന് വെച്ചുകൊണ്ട് ഇന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണം. വാശിയല്ലേ, നിങ്ങളാ വാശിക്ക് നിങ്ങൾ നിക്കി ട്ടോ. ഇത്രയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വയ്യല്ലോ. ഇനി നിങ്ങൾ നിങ്ങളെ വാശിക്ക് നിക്കി. ഞാൻ ഇമ്മാനും ആരും വിളിച്ച് ഞാൻ വരുന്നില്ല. ഇതിനോട് ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ചൂടാവില്ലാതെ ഒരു മാർഗവും ഇല്ല. എന്നാ ചൂടായാലെങ്കിലും മനസ്സിലാവൂ, അതുമില്ല. നല്ലപോലെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അപ്പോഴും എന്റെ നേർക്ക് വരും. പക്ഷേ എന്നാണ് ഇതിനൊക്കെ ബുദ്ധി കൊടുക്കുക?